നിങ്ങളുടെ മക്കളെ പ്രാർത്ഥനയിൽ കവർ ചെയ്യുകയും യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുകയും വേണം. നിങ്ങളുടെ മക്കൾ ഭവനം വിട്ട് സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ ഒക്കെ പോകുമ്പോൾ അവരോടൊപ്പം ആ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കളെ യേശുവിൻ്റെ രക്തം ഉപയോഗിച്ച് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കണം. എങ്ങനെയാണ് ഇസ്രായേൽ മക്കളുടെ ആ ഭവനങ്ങളിൽ മിസ്രൈം ദേശത്തിൽ നിന്ന് അവർ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളുടെ കട്ടിളവാതിൽക്കൽ ആട്ടുകൊറ്റൻ്റെ രക്തം പുരട്ടിയത് കൊണ്ട് തന്നെ ആ സംഹാരദൂതൻ കടന്നുപോയപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളിൽ കയറിയില്ല. അതുപോലെ തന്നെ യേശുവിൻ്റെ രക്തം ഉപയോഗിച്ച് നിങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളുടെ മേൽ ഒരു പ്രൊട്ടക്ഷൻ അങ്ങനെ മുദ്ര ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ വരവും പോക്കും എല്ലാം തന്നെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കളുടെ ചുറ്റിനും ഒരു പ്രൊട്ടക്റ്റീവ് ഹെഡ്ജ്, ഒരു സംരക്ഷണ വലയം ദൈവം എപ്പോഴും നിർത്തണം എന്ന രീതിയിൽ തന്നെ പ്രാർത്ഥിക്കണം. ഇയ്യോബ് അങ്ങനെയല്ലായിരുന്നു. റെഗുലറായി തൻ്റെ മക്കൾ ദൈവസന്നിധിയിൽ പാപം ചെയ്ത് കണ്ടേക്കാം എന്ന് ഓർത്താണ് താൻ തൻ്റെ മക്കൾക്ക് വേണ്ടി റെഗുലറായി പ്രാർത്ഥിച്ചു എന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. കാണുക, മക്കൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം 12 വഴികൾ എന്ന സന്ദേശം നമ്മുടെ ചാനലിൽ. അത് കാണുവാൻ താഴെ കാണുന്ന ആ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.